Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നൽ റീകൺസ്ട്രക്ഷൻ ആണ്. സിഗ്നൽ റീകൺസ്ട്രക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പിളിംഗ് തിയറം പഠിച്ചിരുന്നു. അങ്ങനെ സാമ്പിൾഡ് സിഗ്നലിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇനി ആ സാമ്പിൾഡ് സിഗ്നലിൽ നിന്ന് എങ്ങനെ ഒറിജിനൽ സിഗ്നലിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. റീകൺസ്ട്രക്ഷനാണ്. ഈ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ശരിക്കും ഒരു ഇൻ്റർപൊലേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻ്റർപൊലേഷൻ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സിഗ്നലിനെ സാമ്പിൾഡ് സിഗ്നലിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർപൊലേഷൻ ഫോർമുലയുടെ ഡെറിവേഷനാണ് നമ്മൾ ശരിക്കും റീകൺസ്ട്രക്ഷനിൽ കൂടി കാണിക്കുന്നത്. ഓക്കെ, സോ ഒരു നമ്മൾ സാമ്പിൾ ചെയ്യാൻ എടുത്ത സിഗ്നൽ എങ്ങനെയുള്ള സിഗ്നലായിരുന്നു? ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ ഒരു കണ്ടിന്യൂസ് സിഗ്നലായിരുന്നു. കണ്ടിന്യൂസ് മാത്രമായിരുന്നു അല്ല, ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലായിരുന്നു അല്ലേ? ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് ഫ്രീക്വൻസി ലിമിറ്റഡ് ടു ഡബ്ല്യു ഹെർട്സ്. മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് ഡബ്ല്യു ആയിരുന്ന അങ്ങനെയുള്ള ഒരു സിഗ്നലാണ് ജി ഓഫ് ടി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ ഫോറിയർ ട്രാൻസ്ഫോം അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ ഇങ്ങനെയാണ് ആ ജി ഓഫ് എഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? ഡബ്ല്യു ആൻഡ് മൈനസ് ഡബ്ല്യു. സോ ജി ഓഫ് ടി വാസ് എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് മാക്സിമം ഫ്രീക്വൻസി കണ്ടന്റ് ഡബ്ല്യു ഹെർട്സ്. അങ്ങനെ ഒരു സിഗ്നലിനെയാണ് നമ്മൾ സാമ്പിൾ ചെയ്തത്. ഓക്കെ, സോ ആ ഒരു സിഗ്നലിനെ ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ സപ്പോസ് ഇങ്ങനെയാണ് ആ സിഗ്നലെന്ന് വിചാരിക്കും. ഓക്കെ, if that signal is represented say like this. Okay, this is time t. Okay, now ഈ ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ ഞാൻ ഇനി സാമ്പിൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, സാമ്പിൾ ചെയ്യുന്നതിൻ്റെ സാമ്പിൾ എടുക്കുന്ന ഇൻ്റർവെൽ ടി എസ് ആണെങ്കിൽ, ഓക്കെ, അതായത് ഈ ടി എസിലുള്ള സാമ്പിൾ എടുക്കും, ദെൻ 2 TSലുള്ള സാമ്പിൾ എടുക്കും, സാമ്പിളിംഗ് ഇൻ്റർവെൽ 3 TS, ഇങ്ങനെയാണ് ഞാൻ സാമ്പിൾ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും. ഹിയർ ഓൾസോ TS 2 TS എന്ന് പറഞ്ഞിട്ടുള്ള സാമ്പിളാണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് ഈ സാമ്പിളിലുള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ ഇതാണ് അല്ലേ? ഈ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ ഇത് മാത്രമാണ്. ഇതിനിടയ്ക്ക് ഉള്ള ഒരു വാല്യൂയും വരത്തില്ല. ഈ ഒരു ആംപ്ലിറ്റ്യൂഡ്, ദെൻ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ്, ഈ ഇൻസ്റ്റൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എന്താണ് നമ്മളവിടെ ചെയ്തത്? ഈ ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ ഞാൻ ട്രെയിൻ ഓഫ് ഇമ്പൾസസ് അല്ലേ represented by summation n is equal to minus infinity to infinity del of t minus nts എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ ഓഫ് ഇമ്പൾസസ് വെച്ചിട്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് സാമ്പിൾ ചെയ്യേണ്ടത്? ഓക്കെ, വിത്ത് ദാറ്റ് ഇൻ്റർവെൽ ടി എസിൽ 2 TS at 3 TS. ഓക്കെ, ഇറ്റ് ഗോസ് ഓൺ. ട്രെയിൻ ഓഫ് ഇമ്പൾസസ് ആണ്. Okay, here also ഈ സൈഡിലും it will just go on 0, this is TS, this is 2 TS, ഇങ്ങനെ പോകും. ഫൈനലി സാമ്പിൾഡ് സിഗ്നൽ എങ്ങനെയായിരുന്നു? സാമ്പിൾഡ് സിഗ്നൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചല്ലേ നമുക്ക് കിട്ടുന്ന സാമ്പിൾഡ് സിഗ്നൽ എങ്ങനെയായിരുന്നു? ഈ രണ്ട് സിഗ്നലിൻ്റെ കൂടി മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? രണ്ട് സിഗ്നലിൻ്റെ കൂടി മൾട്ടിപ്ലിക്കേഷനാണ്. സോ യു വിൽ ഗെറ്റ് ദ സാമ്പിൾഡ് സിഗ്നൽ ലൈക്ക് ദിസ്. You will get the sampled signal like this. TSലുള്ളത് ഓക്കെ, then 2 TSൽ you will get the sampled signal like this. ഇങ്ങനെയാണ് സാമ്പിൾഡ് സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഈ സാമ്പിൾഡ് സിഗ്നലിനെ ഞാൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്തത് ജി ഡെൽ ഓഫ് ടി വെച്ചിട്ടാണ് സാമ്പിൾഡ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സാമ്പിൾഡ് സിഗ്നൽ വാസ് റെപ്രസെൻറ്റഡ് ബൈ ജി ഡെൽ ഓഫ് ടി. ശരിക്കും ഈ സാമ്പിൾഡ് സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ ജി ഡെൽ ഓഫ് ടിയും ഈ ട്രെയിൻ ഓഫ് ഇമ്പൾസസും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ സാമ്പിൾഡ് സിഗ്നൽ കിട്ടിയത്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഈ ട്രെയിൻ ഓഫ് ഇമ്പൾസസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കേ, വ്യത്യാസമാണല്ലേ? അത് എന്തിനനുസരിച്ചാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നത്? ഇതിൻ്റെ അല്ലേ ജി ഓഫ് ടിയുടെ ആ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ശരിക്കും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജി ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ജി ഡെൽ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ഈ ടി എസിലുള്ള ജി ഓഫ് ടിയുടെ വാല്യൂവിനെ ഞാൻ ജി ഓഫ് ടി എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. 2 TSലുള്ള ജി ഓഫ് ടിയുടെ വാല്യൂവിനെ ഞാൻ സപ്പോസ് ജി ഓഫ് 2 TS എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ 3 TS 4 TS എടുക്കുന്ന അനുസരിച്ച് മേ ബി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സിഗ്നൽ ആണെങ്കിൽ ഇപ്പോൾ n TS വരെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ജി ഓഫ് TS, ജി ഓഫ് 2 TS അപ് ടു അത്, അപ്പോൾ ജി ഓഫ് വി ക്യാൻ റൈറ്റ് n TS എന്ന് നമുക്ക് എഴുതാം അല്ലേ? വേർ n എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ വേരി ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, ഓർ ജി ഓഫ് n TS എന്ന് പറഞ്ഞാൽ ജി ഓഫ് TS, ജി ഓഫ് 2 TS
that g of nts എന്ന് പറഞ്ഞാൽ ആ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് ട്രെയിൻ ഓഫ് ഇമ്പൾസ് സമ്മേഷൻ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസ് അല്ലേ, ഇങ്ങനെ നമുക്ക് എഴുതാം. ഓർ ദിസ് ജി ഡെൽ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് okay summation n equal to minus infinity to infinity g of nts multiplied by del of t minus nts എന്ന് എഴുതാം. See, this is the equation with which we start the reconstruction. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ആ പിക്ചോറിയൽ ഈ ഒരു സാമ്പിൾഡ് സിഗ്നലിൽ നിന്ന് നമ്മൾ എഴുതിയിരിക്കുവാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ജി ഓഫ് ടി എസ് 2ts 3ts എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ജി ഓഫ് എൻ ടി എസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ആ സെറ്റ് ഓഫ് വാല്യൂസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ആ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. ദേ ആർ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ആ സീക്വൻസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് ജി ഓഫ് ടിയുടെ സീക്വൻസ് ഓഫ് വാല്യൂസ്, അല്ലെങ്കിൽ ഇതിനെ വേറെ എന്തും പറയും. അതായത് ഈ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസിന് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന കോയഫിഷ്യൻ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ഇതിനെ പറയാറുണ്ട്. കോയഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ എന്നും പറയാറുണ്ട്, കോയഫിഷ്യൻസ് ഓഫ് എക്സ്പാൻഷൻ എന്നും പറയാറുണ്ട്, ഓർ മാസ് എന്ന് പറയാറുണ്ട്, ഓർ മാസ്. ഓക്കെ, മാസ് അസൈൻഡ് ടു ദിസ് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. സോ ആക്ച്വലി ദിസ് ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, ഈ ഓരോ ആംപ്ലിറ്റ്യൂഡ് ഇതാണ് അതിൻ്റെ ആ വെയിറ്റ് ആണ്, ടി എസിലുള്ള വെയിറ്റ്. ഇത് ആക്ച്വലി ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് സിഗ്നൽ so that we will get the sampled signal. അപ്പോൾ ഈ സാമ്പിൾഡ് സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം. g of ts multiplied with this, g of 2ts multiplied with the impulse function here, g of 3ts multiplied with the impulse function here. So generally we can write summation g of nts multiplied by the train of impulse നമുക്ക് എഴുതാം. So this is the equation which we need. അപ്പോൾ ഈ g del of t എന്താണ്, സാമ്പിൾഡ് സിഗ്നലാണ്. അപ്പോൾ സാമ്പിൾഡ് സിഗ്നലിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. Okay, so sampled signal g del of t, this is ഒന്നുകൂടി എഴുതുവാണ് ഇക്വേഷൻ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി g of nts എന്ന് പറയുന്നത് കോയഫിഷ്യൻസ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസ്, ശരിക്കും ആ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഒറിജിനൽ സിഗ്നലിൻ്റെ ഇത് ശരിക്കും തരുന്നത് എന്താണ്, ആ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഒറിജിനൽ സിഗ്നലാണ്. ആ ഒരു സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സിനെല്ലാം സം ചെയ്തിരിക്കുവാണ് അല്ലേ. ദാറ്റ് ഒറിജിനൽ സിഗ്നൽ ജി ഓഫ് ടി മൾട്ടിപ്ലൈഡ് വിത്ത് ദ ട്രെയിൻ ഓഫ് ഇമ്പൾസ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, ട്രെയിൻ ഓഫ് ദ ഇമ്പൾസ് വിൽ ഗീവ് യു ദ സാമ്പിൾഡ് സിഗ്നൽ. സാമ്പിൾഡ് സിഗ്നൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ജി ഡെൽ ഓഫ് ടി. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സാമ്പിൾഡ് സിഗ്നലാണിത്. സാമ്പിൾഡ് സിഗ്നൽ ഇസ് ഈക്വൽ ടു ദ ഒറിജിനൽ സിഗ്നൽ ജി ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ ദ ട്രെയിൻ ഓഫ് ഇമ്പൾസ്. ആൻഡ് ഹിയർ ദാറ്റ് ജി ഓഫ് ടീനെ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, ആ സെറ്റ് ഓഫ് വാല്യൂസ് വെച്ചിട്ട്. ഓക്കെ, നത്തിങ് എൽസ്. നൗ നമുക്കൊരു കണ്ടീഷൻ എഴുതാം. കണ്ടീഷനല്ല, ഞാനിവിടെ സാമ്പിൾ ചെയ്തത് ടി എസിലും 2ts-ലും 3ts-ലും ആണല്ലോ. സോ ഞാനിവിടെ ടി എസിന് ഞാൻ ടി എസ് ഈസ് നത്തിങ് ബട്ട് 1/fs. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, ഇപ്പോൾ പറഞ്ഞിരുന്നു നൈക്വിസ്റ്റ് ഫ്രീക്വൻസി എഫ് എസ് എങ്ങനെയാണ്, നൈക്വിസ്റ്റ് റേറ്റ് എഫ് എസ് എത്രയാണ്, 2w ആണല്ലേ. ആ ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് w ഹെർട്സ് ആണെങ്കിൽ 2 times w ആണ് എഫ് എസ്. സോ ടി എസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2w എന്ന് നമുക്ക് എഴുതാം. ടി എസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/. യു സബ്സ്റ്റിറ്റ്യൂട്ട് ടി എസ് ആസ് 1/2w ഇൻ ടു ദിസ് ഇക്വേഷൻ. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, ജി ഡെൽ ഓഫ് ടി is equal to or see, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി മോർ ഈസിയർ. ഓക്കെ, അതിവിടെ എഴുതിയാൽ മതി. ടി എസ് ഇസ് ഈക്വൽ ടു വി നോ 1/fs, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2w. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഇക്വേഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കാൻ പോവാണ്. ഓക്കെ, യു മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. യു ടേക്ക് the Fourier transform. Okay, take Fourier transform of this equation number 1. ഓക്കെ, അപ്പോൾ ജി ഡെൽ ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോമിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജി ഡെൽ ഓഫ് എഫ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. ഇൻ സമ്മേഷൻ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ജി ഓഫ് എൻ ടി എസ് സമ്മേഷൻ എൻ ഇസ്, കാരണം ഞാൻ പറഞ്ഞു സെറ്റ് ഓഫ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ആ കോയഫിഷ്യൻസ് ആണ്, ആ വെയിറ്റ് ആണ്, ആ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വെയിറ്റ് ആണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓർ ഈ സമ്മേഷൻ ഓഫ് ഹോൾ ജി ഓഫ് എൻ ടി എസ് എന്ന് പറഞ്ഞ സമ്മേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ സിഗ്നൽ തന്നെയാണ്. സോ അതിനെ അത് അങ്ങനെ തന്നെ ആയിരിക്കും, ബിക്കോസ് ദീസ് ആർ സെറ്റ് ഓഫ് വാല്യൂസ് ഓർ കോയഫിഷ്യൻസ്. അപ്പോൾ അത് അതുകൂട്ട് എഴുതി. ഇനി ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഴുതാൻ പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഴുതാൻ പോവാണ് യൂസിങ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ യു ഹാവ് ലേൺഡ് ഇൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. സി ഇഫ് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം, okay, x of t യുടെ ഫൊറിയർ ട്രാൻസ്ഫോം if it is represented by say x of f,
Now if you shift x of t by t naught, okay, what Fourier transform in എന്ത് സംഭവിക്കും? x of f multiplied by e raised to minus j 2 pi f t naught. Okay, by time shifting property നമുക്ക് ഇങ്ങനെ എഴുതാം. x of t യുടെ Fourier transform x of f ആണെങ്കിൽ x of t minus t naught ന്റെ Fourier transform can be written as like this. Okay, x of t minus t. So here del of t യുടെ Fourier transform എന്താണ്? What is the Fourier transform of impulse function? 1 ആണ്. Okay, 1 ആണ്. So del of t minus t naught എന്ന് പറയുന്നത്, okay, ഈ 1 എന്ന് പറയുന്നത് എന്താണ്? അപ്പം del of f ആണല്ലേ? Fourier transform of del of t, that is del of f is 1. അപ്പോൾ del of t minus t naught ന്റെ എന്തായിരിക്കും? del of f ന്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? 1. ഇവിടെ x of f ന് പകരം del of f 1 multiplied by e raised to minus j 2 pi f t naught എന്ന് നമുക്ക് എഴുതാം. Okay, using this equation del of t യുടേത് 1 ആണ് Fourier transform, so ഇത് 1 ആയി പോകും. This becomes 1 multiplied by ഈ ഡിലേ ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പോണൻറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻ ഷോർട്ട് Fourier transform of del of t minus t naught in the Fourier transform can be written as e raised to minus j 2 pi f t naught എന്ന് എഴുതാം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സിഗ്നൽസിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ടി നോട്ട് എൻ ടി എസ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ Fourier transform എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുന്നത്? e raised to minus j 2 pi f is 2 pi f into nts എന്ന് വരും, into nts എന്ന് വരും. Okay, now you substitute for ts as 1 by 2w. Okay, ഇനി ts-ൻ്റെ അവിടെ 1 by 2w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഓക്കെ, Fourier transform എടുത്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? n is equal to minus infinity to infinity g of nts into e raised to, sorry, ts-ന് പകരം substitute, so it will be n divided by ts-ന് പകരം it will be 2w, okay, into e raised to minus j 2 pi nf divided by 2w. ഈ 2 2 cancelled ആയി പോകും, or the equation will be summation n is equal to minus infinity to infinity g of n divided by 2w into exponential minus j pi nf by w എന്ന് എഴുതാം. ഇതെന്താണ്? g del of f ആണ്. ഓക്കെ, this is again what sampled സിഗ്നലിനെ തന്നെ നമ്മൾ ജി ഡെൽ ഓഫ് ടി എന്തായിരുന്നു? സാമ്പിൾഡ് സിഗ്നലിൻ്റെ ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ആണ്. ജി ഡെൽ ഓഫ് എഫ് എന്താണ്? സാമ്പിൾഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ആണ് ജി ഡെൽ ഓഫ് എഫ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മൾ സാമ്പിളിംഗ് തിയറം പഠിച്ചപ്പോൾ മൊത്തം സാമ്പിളിംഗ് തിയറത്തിൽ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ജി ഡെൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സാമ്പിൾഡ് സിഗ്നലിനെ നമ്മൾ സാമ്പിളിംഗ് തിയറത്തിൽ ഇങ്ങനെ ഡിറൈവ് ചെയ്തിരുന്നു. ഓക്കെ, ഇത് ഓർക്കുന്നുണ്ടാവും. ഈ ഇക്വേഷൻ എഫ് എസ് n is equal to minus infinity to infinity g of f minus nfs എന്ന് ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, this was the equation which we derived in the last lecture. Okay, ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ. സോ ഇത് രണ്ടും റെപ്രസെൻറ്റ് എന്താണ്? സാമ്പിൾഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഇനി ഈ ഇക്വേഷനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ നീഡഡ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ സാമ്പിളിംഗ് തിയറത്തിൽ നിന്ന് കിട്ടിയ ഈ ഇക്വേഷൻ നമ്മൾ എടുത്തു, ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ജി ഡെൽ ഓഫ് എഫിൻ്റെ അകത്ത് ഈ ഇക്വേഷനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. n ഈസ് വേരിയിങ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി, -5, -4, 0, 1, 2, 3 ഇങ്ങനെ പോവുകയാണല്ലേ. ഓക്കെ, ഇങ്ങനെ പോവാണ്. അതിനകത്ത് ഞാൻ 0 മാത്രം ഇങ്ങ് എടുക്കുക. 0 ഈ ഒരു സമ്മേഷനകത്ത് നിന്ന് n ഈക്വൽ ടു 0 മാത്രം എടുക്കുകയാണ്. അതല്ല എങ്കിൽ n ഈക്വൽ ടു 0 ഞാൻ കൊടുക്കുകയാണ്. n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താ ഇതിനകത്ത് സംഭവിക്കുന്നത്? എഫ് എസ് ഇൻറ്റു ജി ഓഫ് എഫ്. ഓക്കെ, ഇനി
ആ സമ്മേഷൻ അതേ കൂട്ട് എഴുതും. n വേരിയിങ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി ആണ്. പക്ഷേ സീറോക്കുള്ള വാല്യൂ ഞാൻ ഓൾറെഡി എടുത്ത് വേറെ ഇവിടെ എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ n നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഈ 0 ഓൾറെഡി ഞാൻ ഫ്രണ്ടിൽ എഴുതിയതുകൊണ്ട് ഇനി 0 ഇല്ലാതെ ബാക്കി സമ്മേഷൻ. ഓക്കെ, ക്ലിയർ. n ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ ഉള്ള ടേം ഞാൻ ഇവിടെ എഴുതി. സോ ഇനി ഈ സമ്മേഷനകത്ത് 0 ഇല്ലാതെ എഴുതും. ഓക്കെ, n നോട്ട് ഈക്വൽ ടു 0, n നോട്ട് ഈക്വൽ ടു 0 g ഓഫ് f മൈനസ് n fs. ഓക്കെ, fs ഇൻറ്റു ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് ഇങ്ങനെ എഴുതാം. n ഈക്വൽ ടു 0, ദിസ് ഇസ് ദ ടേം ഫോർ n ഈക്വൽ ടു 0. ഇനി ബാക്കി സമ്മേഷനകത്ത് n നോട്ട് ഈക്വൽ ടു 0, ഈ 0 ഇതിനകത്തുനിന്ന് 0 അല്ലേ, ഇതായിരുന്നു 0, ആ 0 ഇല്ലാതെ ബാക്കി എഴുതി. ഇതിനെ ഇങ്ങനെ എഴുതാം, ഇതിനൊരു സംശയമില്ല നമുക്ക്. ഈ ജി ഡെൽ ഓഫ് എഫിനെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ജി ഡെൽ ഓഫ് എഫിനെ നമ്മൾ എങ്ങനെയായിരുന്നു ഫ്രീക്വൻസി ഡൊമെയിനിൽ റെപ്രസെൻറ്റ് ചെയ്തത്? ഇങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് റിപ്ലിക്കാസാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ജി ഡെൽ ഓഫ് എഫിന്. ഓക്കെ, W മൈനസ് W. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്തുവാണ്? റീകൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു സാമ്പിൾഡ് സിഗ്നലിൽ നിന്ന് വാട്ട് വി ആർ ഗോയിങ് ടു റീകൺസ്ട്രക്ട്? വി ആർ ഗോയിങ് ടു റീകൺസ്ട്രക്ട് ദ ഒറിജിനൽ സിഗ്നൽ ജി ഓഫ് ടി. ഈ ഒറിജിനൽ സിഗ്നൽ ജി ഓഫ് ടി ബാൻഡ് ലിമിറ്റഡ് ആയതുകൊണ്ടും കണ്ടിന്യൂസ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആയതുകൊണ്ടും ഞാനിവിടെ പറഞ്ഞിരുന്നു ആ ഒരു സിഗ്നലിൻ്റെ സ്പെക്ട്രം, ജി ഓഫ് ടിയുടെ ഫ്രീക്വൻസി സ്പെക്ട്രം റെപ്രസെൻറ്റഡ് ബൈ ജി ഓഫ് എഫ് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ നോക്കിയാൽ പക്ഷേ സാമ്പിൾഡ് സിഗ്നലിനകത്ത് നമുക്കിതിൻ്റെ റെപ്ലിക്കാസ് ആണുള്ളത്. പക്ഷേ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ ലൈ ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് ഡബ്ല്യൂക്കും മൈനസ് ഇതിന് ഇടയ്ക്കാണ് അല്ലേ. ഇത് മാത്രം മതി, അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ട്രത്തിൽ മാത്രമാണ് ജി ഓഫ് ടിയുടെ ഇൻഫോർമേഷൻ കിടക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ജി ഡെൽ ഓഫ് എഫ് ആണിത്. സാമ്പിൾഡ് സിഗ്നലിൻ്റെ സ്പെക്ട്രത്തിനകത്ത് ജി ഓഫ് ടിയുടെ ഇൻഫോർമേഷൻ ഇവിടെ മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു ജി ഓഫ് ടി ദിസ് ഈസ് ഇനഫ്. നമുക്ക് ഇതൊന്നും വേണ്ട റീകൺസ്ട്രക്ട് ചെയ്യുമ്പം. കാരണം ഇത് കിട്ടിയാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ജി ഓഫ് ടി അല്ലേ. ജി ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ജി ഓഫ് എഫ്. അപ്പോൾ ജി ഓഫ് എഫിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് ടി കിട്ടും. സോ ജി ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്പെക്ട്രമാണ്. സോ ജി ഡെൽ ഓഫ് എഫിൽ നിന്ന് നമ്മൾ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മതി, ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റഡ് ആക്കി പോകാം. ബിക്കോസ് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ ലൈ ഇൻസൈഡ് ദിസ്. ഇതെല്ലാം റിപ്ലിക്കാസ് ആണ്. റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം എലിമിനേറ്റഡ് ആക്കി പോകും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ലോ പാസ് ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷൻ ഇനി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ പറഞ്ഞു നമ്മളിനി 2 കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ജി ഓഫ് എഫ് ആണ്. ജി ഓഫ് എഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഇത് എഫ് ആണ്. ദിസ് ഈസ് ജി ഓഫ് എഫ്. ഓക്കെ, ഡബ്ല്യു ആൻഡ് ഡബ്ല്യു. ഓക്കെ, നൗ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 2 കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ്സ് നോട്ട് ഈ 2 കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ജി ഓഫ് എഫ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡബ്ല്യുവിനും ഈ 2 ഡബ്ല്യുവിനും ഇടയ്ക്കാണ് അല്ലേ. മൈനസ് ഡബ്ല്യുവിനും പ്ലസ് ഡബ്ല്യുവിനും ഇടയ്ക്കാണ്. അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദിസ് ഇൻ്റർവെൽ ജി ഓഫ് എഫ് 0 ആണ്. സോ ജി ഓഫ് എഫ് ഇസ് 0 ഔട്ട്സൈഡ് ദ ഇൻ്റർവെൽ. ദാറ്റ് മീൻസ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. കണ്ടോ, ഞാൻ ഇവിടെ മോഡ് എടുത്തിരിക്കുന്നത് കാരണം മൈനസ് ഡബ്ല്യുവിന് ലെഫ്റ്റിലോട്ടും ഉണ്ടോ ഈ ഡബ്ല്യുവിന് റൈറ്റിലോട്ടും ജി ഓഫ് എഫ് 0 ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോർ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. ഓക്കെ, ഇങ്ങോട്ടും അങ്ങോട്ടും. ഇവിടെ മോഡ് എടുത്തിരിക്കുന്നത് മൈനസ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ജി ഓഫ് എഫ് 0 ആണ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ആ കാണിച്ചിരിക്കുന്നത്, നമുക്കറിയാം അല്ലേ. ആൻഡ് ഓൾസോ സെക്കൻഡ് കണ്ടീഷൻ ഞാൻ എടുക്കാൻ പോകുന്നത് എഫ് എസ് ഇസ് ഈക്വൽ ടു 2W. എഫ് എസ് ഇസ് ഈക്വൽ ടു 2W എന്നുള്ള കണ്ടീഷനാണ്. ഈ 2 കണ്ടീഷനും ഞാൻ ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബിക്കോസ് ഫൈനലി വി നീഡ് ജി ഡെൽ ഓഫ് എഫിനകത്തെ ആ ഒരു സെൻട്രൽ സ്പെക്ട്രം മാത്രം മതി നമുക്ക്. അപ്പോൾ ഈ 2 കണ്ടീഷൻ ഇതിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം വാട്ട് യു വിൽ ഗെറ്റ് ജി ഡെൽ ഓഫ് എഫ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഓക്കെ എഫ് എസ് ഇൻറ്റു ഓക്കെ ഇതിനെ മേ ബി ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചോളൂ. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3.
See, when you apply these two conditions, equation number 3 will become G del of f is equal to Fs into or Cc. ഇതിനകത്തേക്ക് വേണമെന്നില്ല, നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എഴുതിയിരുന്നു. ഓക്കെ, സോ ഈ ഇക്വേഷൻ മതി, 3 ഈ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടീഷൻ 1 and 2 in equation number 3. So G del of f is equal to, ഓക്കെ, ഈ n ഈക്വൽ ടു 0യിലുള്ള സ്പെക്ട്രം ഏതാണ്? ഇതാണല്ലേ, ഇതാണ്. ഇതെല്ലാം n നോട്ട് ഈക്വൽ ടു 0യിലുള്ള സ്പെക്ട്രമാണ്. അതായത് ഇതാണ് ആ സെൻറ്റർ Fs ഇൻറ്റു G ഓഫ് എഫ് എന്ന് പറയുന്നത്, ഈ സ്പെക്ട്രമാണ്. ഇതൊക്കെ നോട്ട് ഈക്വൽ ടു 0യിലുള്ളതാണ്. ഇതായിരുന്നു n ഈക്വൽ ടു 0യിൽ, n ഈക്വൽ ടു 0യിൽ. ഇതൊക്കെ നോട്ട് ഈക്വൽ ടു 0യിലുള്ളതാണ്. അതായത് കണ്ടോ, ഇതാണ്. സോ G ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 ഏതിന്? അപ്പോൾ ഇത് ഇത്രയും 0 ആയി പോകും അല്ലേ, ഇത് ഇത്രയും 0 ആയി പോകും. ബിക്കോസ് Fs ഇൻറ്റു G ഓഫ് എഫ് എന്ന് പറയുന്ന സ്പെക്ട്രം എവിടെയുള്ളതാണ്? n ഈക്വൽ ടു 0യിലുള്ളതാണ്. ഇതാണ്, നമുക്കിത് മാത്രം മതി അല്ലേ. അപ്പം ബാക്കിയെല്ലാം 0 ആയി പോകും. ആ കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. G ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 ഫോർ. So this equation will become G del of f is equal to Fs into G of f എന്ന് മാത്രം കിട്ടും. നമുക്ക് ആ സെൻറ്റർ സ്പെക്ട്രം മാത്രം നമ്മൾ എടുത്തു അല്ലേ. ഇതിനെ Fs വെച്ച് സ്കെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ G del of fൻ്റെ സെൻറ്റർ സ്പെക്ട്രം മാത്രം നമ്മൾ എടുത്തിരിക്കുവാണ് ഈ ഒരു ഇക്വേഷനകത്ത്. അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പറയണമെന്നില്ല, ഡയറക്റ്റ്ലി യു ക്യാൻ റൈറ്റ് G del of fനകത്ത് ആ സെൻറ്റർ സ്പെക്ട്രം മാത്രം എടുക്കുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് G del of f is equal to Fs into G of f എന്ന് കിട്ടി. ഇനി ഞാൻ Fsനകത്തേക്ക് 1/2w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ G del of f will become Fs is 1/2w G of f എന്ന് കിട്ടി. സോറി, Fs is equal to 2w. Fs is equal to okay, Fs is equal to 2w. Okay, or what is G of f? Or G of f is equal to 1/2w into G del of f എന്ന് എഴുതും. ഓക്കെ, ഇതിനകത്തേക്ക് എഴുതി. യു മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്തോളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നറിയാവോ? നമ്മളിവിടെ എഴുതിയ ഈ ഇക്വേഷൻ, ഓക്കെ, ഈ ഇക്വേഷൻ G del of fൻ്റെ ഈ ഇക്വേഷൻ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതിനെ ഇക്വേഷൻ നമ്പർ 5 എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ നമ്പർ 5 ഇൻറ്റു 4. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. സോ G of f will become G of f is equal to 1/2w. നമുക്കവിടെ കിട്ടിയത് എന്തായിരുന്നു? G del of fന് കിട്ടിയത് summation n is equal to minus infinity to infinity G of n by 2w into exponent minus j pi nf by w എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഇക്വേഷൻ അല്ലേ, ഈ ഇക്വേഷൻ 5th ഇക്വേഷൻ ഞാൻ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം യു ഗോട്ട് ദിസ്. അപ്പോൾ G of f കിട്ടി. നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കേണ്ട ഒറിജിനൽ സിഗ്നൽ G of t ആണ്. അപ്പോൾ G of f അറിയാമെങ്കിൽ എങ്ങനെ G of t കണ്ടുപിടിക്കും? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി അല്ലേ. സോ G of t ഇനി എങ്ങനെയാണ് G of f ൽ നിന്ന് കണ്ടുപിടിക്കുന്നത്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി G of f അറിയാം, മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പൊണൻഷ്യൽ j 2 pi ft. ഓക്കെ, df. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. x of t, what was the formula? x of f അറിയാമെങ്കിൽ x of t is equal to minus infinity to infinity x of f into exponential j 2 pi ft df. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്ത് G of t നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നൗ G of fന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടേക്ക് അല്ലേ. G of f ഇതാണ്, ആ G of f എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാട്ട് ഇറ്റ് വിൽ ബിക്കം 1/2w summation n is equal to minus infinity to infinity G of n by 2w into exponential minus j pi nf divided by w into exponential j 2 pi ft df. ഓക്കെ, സി ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കണം. യു വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ.
ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു സമ്മേഷൻ അതല്ലെങ്കിൽ ഈ ഒരു ടേമിനെ പുറത്തേക്ക് എഴുതിയിട്ട് ഇൻ്റഗ്രേഷനെ അകത്തേക്ക് കൊണ്ട് ആ സമ്മേഷനും ഇൻ്റഗ്രേഷനും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ടേമിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ബിക്കോസ് 1/2w നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ. ആൻഡ് ഓൾസോ സമ്മേഷനെ ഞാനിവിടെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് സമ്മേഷൻ n is equal to -∞ to ∞. ഈ g of n/2w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ g of nts ആണല്ലേ. g of nts എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ സാമ്പിൾ വാല്യൂസ് ആണ് ഈ g of nts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. g of nts എന്ന് പറഞ്ഞാൽ ts-ലുള്ളത്, g of 2ts-ലുള്ളത്, g of 3ts-ലുള്ള സാമ്പിൾ വാല്യൂസ് ആണ് ശരിക്കും ഇത്. അത് കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ അകത്തേക്ക് കൊടുത്തു. ഇൻ്റഗ്രൽ അകത്തേക്ക് കൊടുക്കുമ്പോൾ ബാക്കി ടേംസ് എഴുതുന്നത് ഇറ്റ് വിൽ ബി 2 എക്സ്പൊണൻഷ്യൽ ടേം മാത്രം വരും അല്ലേ. എക്സ്പൊണൻഷ്യൽ -j 2π nf ബൈ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ j 2π ft df എന്ന് എഴുതി. Now x raised to m into x raised to n is x raised to m plus n, that is 1/2w summation n is equal to -∞ to ∞ g of n by 2w. Okay, -∞ to ∞ integration. രണ്ടും എക്സ്പൊണൻഷ്യൽ ആണല്ലേ. എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to ടേം ആണ്. സോ e raised to a term into e raised to another term. എന്താണ് e raised to x plus y ആണല്ലേ. x raised to m into x raised to n is x raised to m plus n. ഇത് എക്സ്പൊണൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് e raised to term into e raised to term is e raised to x plus y. So that is exponential of ആ പവർ നമുക്ക് സം ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് സം ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ -j π nf by w plus j 2π ft into df എന്ന് എഴുതി. Okay, that is equal to 1/2w summation n is equal to -∞ to ∞ g of n by 2w -∞ to ∞ exponential ഞാൻ ഇതിനകത്തൊന്ന് ഒരു j 2πf കോമൺ എടുത്തെന്ന് എഴുതുവാണ്. j 2πf കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? t മാത്രം വരും അല്ലേ. ഇതൊരു നെഗറ്റീവാണ്, ദാറ്റ് ഈസ് മൈനസ്. ബാക്കി എടുക്കുമ്പോൾ എന്താ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് n/2w എന്ന് എഴുതാം ഇൻറ്റു df. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ n/w ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിവിടെ 2 എടുത്തത് കൊണ്ട് താഴെ /2 കൂടി വന്നു. സോ ഇതിനെ ഇങ്ങനെ എഴുതി. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റെപ്പിലും ഇതും കൂടി എഴുതുന്നില്ല. ഞാൻ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ്പൊണൻഷ്യൽ j 2πf into t minus n by 2w df എന്താണെന്ന് നമുക്ക് നോക്കാം. സി e raised to j തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് j സൈൻ തീറ്റയാണ്, അത് ഓർക്കണം. പിന്നെ -∞ to ∞ a function f of theta d theta, okay, it is equal to 0 if that given function is odd. ഓർത്തോണം. ഓക്കെ, അത് വെച്ച് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് this is equal to 2 times 0 to ∞ the function f of theta d theta if the given function is even. അത് ഓർക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിന് സൈനും ഉണ്ട് കോസും ഉണ്ട് അല്ലേ. ഇതിനകത്ത് ശരിക്കും സൈനും ഉണ്ട് കോസും ഉണ്ട്. അപ്പോൾ സൈനും കോസിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് സൈൻ തീറ്റ ഫംഗ്ഷൻ ഓഡാണ്, കോസ് തീറ്റ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാനൊന്ന് കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും ടേംസിൽ എഴുതാം. e raised to j theta ടേമിലാണ്. e raised to j theta is cos theta plus j sin theta. So this is equal to മൈനസ്, ഇവിടെ നമ്മുടെ സിഗ്നലിൻ്റെ -w to w അല്ലേ g of f എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ഇവിടെ അത് റേഞ്ച് മാറ്റിയില്ല. സി ഹിയർ ഇത് ശരിക്കും എന്താണ്? g of t ആണ്. g of t ബാൻഡ് ലിമിറ്റഡ് ആണ്. ബാൻഡ് ലിമിറ്റഡ്
സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് എവിടെ മുതൽ എവിടം വരെയാണ് ശരിക്കും -W to W ആണ് അല്ലേ. അപ്പം നമുക്കിവിടെ ആ റേഞ്ച് കൊടുക്കാം W to W. ആൻഡ് എക്സ്പൊണൻഷ്യൽ ഇതിനെ എങ്ങനെ എഴുതാം? cos 2π f into t minus n by 2w cos theta plus j sin 2π f into t minus n by 2w df എന്ന് എഴുതാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ വരുമ്പം സൈൻ തീറ്റ ഫംഗ്ഷൻ ഓഡാണ് അല്ലേ, കോസ് ആണ് ഈവൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ സി ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ എന്തിന് ഈക്വലാണ്? 0ക്ക് ഈക്വലാണ്. സോ ഇവിടെ സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പം ഇത് ഫുൾ എന്തായി പോകും? ഇത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ 0 ആയി പോകും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസിനെ നമുക്ക് 2 ടൈംസ് ആയിട്ട് എഴുതാം അല്ലേ. So it will be written as 2 times 0 to w. Cos ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ 2 times 0 to w cos 2π f into t minus n by 2w df എന്ന് എഴുതാം പ്ലസ് 0 ബിക്കോസ് ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് സൈൻ ഫംഗ്ഷൻ വിൽ ഗീവ് യു 0 സൈൻ ബീയിങ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? 2 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണല്ലേ. സോ ഇറ്റ് വിൽ ബി sin 2π f into t minus n by 2w divided by 2π fൻ്റെ ആ കോഎഫിഷ്യൻ്റ് ടേം 2π into t നമ്മൾ വിത്ത് റെസ്പെക്ട് ടു f ആണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഹോൾ തിങ് 0 to w എന്ന് എഴുതാം. Now that is equal to 2 ഉം 2ഉം ക്യാൻസൽഡ് ആയി പോവും. Finally you will get sin, നമ്മൾ ഡബ്ല്യൂന്ന് ലിമിറ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിയുമ്പം sin 0 ആണ്, അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ ഇറ്റ് വിൽ ബിക്കം sin 2π w into t minus n by 2w divided by π into t minus n by 2w. ലിമിറ്റ് അപ്ലൈ ചെയ്തു. എന്തിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്തത്? എഫിനാണല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഡി എഫ് ആണ്. എഫിന് ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആയി പോകും ബിക്കോസ് സൈൻ 0 തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടിയത്? നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ഗോട്ട്. സോ വി ഗോട്ട് ഇറ്റ് ആസ് this can be written as LCM എടുക്കുമ്പോൾ we got this as sin into simplify ചെയ്യുവാണ് t minus n by 2w whole divided by ഇവിടെ നിന്ന് LCM എടുത്ത് എഴുതുന്നു അത്രയേ ഉള്ളൂ. പൈ ഇൻറ്റു 2wt ഇവിടെ LCM എടുത്ത് എഴുതുന്നു അത്രയേ ഉള്ളൂ. ഇത് 2w എന്ന് എഴുതി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഈ 2w മുകളിലേക്ക് വരും 2w by pi or this is 2w by pi. This is 2w by pi or pi നമുക്ക് അകത്തേക്ക് എഴുതാം. പൈ നമുക്ക് അകത്തേ or 2w ഈ 2w മുകളിലേക്ക് വരും. സോ 2w into sin what 2π wt minus n pi the whole divided by ഈ പൈനെ ഞാൻ ഉള്ളിലേക്ക് എഴുതുന്നതേ ഉള്ളൂ 2w pi t മൈനസ് എൻ പൈ എന്ന് എഴുതാം. 2w പൈ ടി മൈനസ് എൻ പൈ ഇങ്ങനെ കിട്ടി. ഈ കിട്ടിയ ഇൻ്റഗ്രൽ വാല്യൂ നമുക്കിനി ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് ഇപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലാണ് ഞാനിവിടെ കണ്ടുപിടിച്ചത്, അത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജി ഓഫ് ടി എന്ത് കിട്ടും? അപ്പോൾ ജി ഓഫ് ടി എന്ത് കിട്ടും നിങ്ങൾക്ക്? സോ ജി ഓഫ് ടി വിൽ ബിക്കം summation n is equal to minus infinity to infinity g of n by 2w 1 by 2w ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ ബിക്കോസ് ഇത് ക്യാൻസൽഡ് ആയി പോകും ഇൻറ്റു ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2w sin 2π wt minus n pi divided by 2π wt minus n pi എന്ന് കിട്ടി. 2w will get cancelled and finally you will get g of t okay is equal to summation
n is equal to minus infinity to infinity g of n by 2w into sinc 2wt minus n, where sinc function ഇത് sinc function ആണ്. ഓക്കെ, sin theta whole divided by theta. ഓക്കെ, ദിസ് ഈസ് sinc theta. അപ്പോൾ ഇതിനെ നമുക്ക് ഈ സൈൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ തീറ്റേനെ നമുക്ക് സിങ്ക് ഫംഗ്ഷൻ എഴുതാം. ഇതാണ് എന്ത്? ദിസ് ഈസ് ദ ഇൻ്റർപൊലേഷൻ ഫോർമുല. ഇതിനെയാണ് നമ്മൾ ഇൻ്റർപൊലേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റർപൊലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ഒന്ന് നോക്കിക്കുക, നമുക്ക് എന്താ ഫൈനലി ഇവിടെ കിട്ടിയിരിക്കുന്നത്? ജി ഓഫ് ടി കിട്ടുന്നു അല്ലേ? എന്തിൽ നിന്ന്? ജി ഓഫ് എൻ ബൈ 2w എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എൻ ബൈ 2w എന്ന് പറഞ്ഞാൽ ജി ഓഫ് എൻ ടി എസ് ആണല്ലേ, വേർ ടി എസ് ഈസ് 1/fs 1/2w. ജി ഓഫ് എൻ ടി എസ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ജി ഓഫ് ടി എസിലുള്ള വാല്യൂ, ജി ഓഫ് 2TSലുള്ള വാല്യൂ, ജി ഓഫ് 3TS അല്ലേ, അതിന് വാല്യൂസ് ആണ്. അതായത് ഇതെല്ലാം എന്താണ്? ആ സാമ്പിൾ വാല്യൂസ് ആണ് അല്ലേ. 2TS ഓരോ സാമ്പിൾ വാല്യൂസ് ആണ്, ഈ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂസ് ആണ്, ഇതെല്ലാം സാമ്പിൾ വാല്യൂസ്. അപ്പോൾ ജി ഓഫ് ടിയെ നമുക്ക് ഈ സാമ്പിൾ വാല്യൂസിൽ നിന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഈ ഫോർമുല തരുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ വേഗം ഒന്ന് പറയാം. ഈ സിങ്ക് ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, സിങ്ക് ഫംഗ്ഷൻ ശരിക്കും സിങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് ഫംഗ്ഷൻ, ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽ. സിങ്ക് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ജി ഓഫ് ടി കിട്ടുന്നതെന്ന് മാത്രം ഞാൻ വേഗം ഒന്ന് കാണിക്കാം. ഈ സിങ്ക് ഫംഗ്ഷൻ അതിങ്ങനെയുള്ളൊരു സിഗ്നലാണ് സിങ്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇന്ന് കുറേ സീറോ ക്രോസിങ് ഉണ്ടാവും. ഈ സിങ്ക് ഫംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത്, ഈ സീറോ ക്രോസിങ് അല്ലെങ്കിൽ സിങ്ക് ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആകുന്നത് എവിടെയാണെന്നറിയാമോ? ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് TSലായിരിക്കും. TS 2TS ഇതിലായിരിക്കും ഈ സിങ്ക് ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആകുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ആ സാമ്പിളിലോട്ട് അല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സാമ്പിൾ വാല്യൂസിലോട്ട്, ആ സാമ്പിൾഡ് സിഗ്നൽ, ആ സാമ്പിൾ വാല്യൂസിലേക്ക് സിങ്ക് ഫംഗ്ഷൻ ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻ്റർപൊലേഷൻ നടക്കുന്നു എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സമ്മേഷൻ n is equal to മൈനസ് ജി ഓഫ് എൻ ടി എസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒറിജിനൽ സിഗ്നൽ ആണെങ്കിൽ ശരിക്കും ഇതെല്ലാം ആണ് എൻ്റെ ജി ഓഫ് TS 2TS 3TS അല്ലേ. അല്ലെങ്കിൽ ഫൈനലി ആ സാമ്പിൾസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ സാമ്പിൾസിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ സിങ്ക് ഫംഗ്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. സിങ്ക് ഫംഗ്ഷൻ 2wt മൈനസ് n ആണ്, അതായത് ഡിലേഡ് സിങ്ക് ഫംഗ്ഷനാണ്. ഓക്കെ, ആ സിങ്ക് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ആകുമ്പം ഫസ്റ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ അകത്തേക്ക് സിങ്ക് ഫംഗ്ഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇത് എക്സാമ്പിൾ TS, ഇത് 2TS, ഇത് 3TS. ഓക്കെ, ഈ സിങ്ക് ഫംഗ്ഷൻ ബാക്കി 2TSലും 3TSലും ഒക്കെ എന്തായിരിക്കും അറിയാമോ? സീറോ ആയിരിക്കും. ഇനി വീണ്ടും അടുത്ത സിങ്ക് ഫംഗ്ഷൻ വന്നു, അതെവിടെയാണ്? 2TSൽ. അടുത്ത സിങ്ക് ഫംഗ്ഷൻ എഗെയിൻ ഇങ്ങനെ വരും, പക്ഷേ ബാക്കി ഇൻ്റർവെൽ എല്ലാം സീറോ ആയിരിക്കും. അടുത്ത സിങ്ക് ഫംഗ്ഷൻ വന്നു ഉണ്ട്, അങ്ങനെയാണ് മൾട്ടിപ്ലൈഡ് ആവുന്നത്. ആൻഡ് ഫൈനലി ജോയിനിങ് ഓൾ ദീസ് ആംപ്ലിറ്റ്യൂഡ്സ് യു വിൽ ഗെറ്റ് ദ ഒറിജിനൽ സിഗ്നൽ നമുക്ക് കിട്ടും. ആ സിങ്ക് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒറിജിനൽ സിഗ്നൽ കിട്ടും. അങ്ങനെയാണ് ആ സാമ്പിൾസ് വാല്യൂസിലേക്ക്, ഇതാണ് അതിൻ്റെ സാമ്പിൾ വാല്യൂസ് ആണിത്, സാമ്പിൾസ് ആണ്. ഈ സാമ്പിൾസിലേക്ക് സിങ്ക് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒറിജിനൽ ജി ഓഫ് ടി സിഗ്നൽ കിട്ടുന്നത്. So this is all about interpolation. Thank you.